ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഫലാഫിൽ വിത്ത് ഹമ്മൂസ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ്, മല്ലിപ്പൊടി, ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ്, 2 സവാള, 3-4 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, മല്ലിയില. ഫലാഫിൽ മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക്, വെളുത്തുള്ളി, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ബോളാക്കി എടുത്തതിന് ശേഷം കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലും. നമ്മുടെ ഫലാഫിലിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായാലും നമുക്ക് എടുക്കാം. നമ്മുടെ ഫലാഫിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കണം. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് വെള്ളക്കടല വേവിച്ചെടുത്തത്, ജീരകം പൊടിച്ചത്, ഉപ്പ്, 4 അല്ലി വെളുത്തുള്ളി, ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും ഉപയോഗിക്കാം. ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫലാഫിൽ വിത്ത് ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.